എന്നാൽ അത് മാത്രമല്ല, അമ്മയുടെ ഈ വരവിൽ ഒരുപാട് ഉത്കണ്ഠകളുണ്ട് എനിക്ക്. ഇവിടെ നിന്ന് പോയ പഴയ അമ്മയാവില്ല തിരിച്ചു വരുന്നത്. തൃച്ചംബരത്തിനും തൃച്ചംബരത്തിലുള്ളവർക്കും വേണ്ടി ഒരു മഹാ തീർത്ഥാടനം കഴിഞ്ഞുള്ള വരവാ. അതുകൊണ്ട് തന്നെ ഉള്ളിലും വെളിയിലും പ്രകടമായൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉള്ളിൽ ഒരേ സമയം എന്നോടും നിന്നോടുമുള്ള വാത്സല്യവും വേദനയും അഭിമാനവും സ്വകാര്യ അഹങ്കാരവും സൂക്ഷിക്കുന്ന അഖിലാണ്ടേശ്വരി, തെറ്റ് കണ്ടാൽ കൈ പൊള്ളിക്കുകയും അതേ മുറിവിൽ പിന്നെ മയിൽപീലി കൊണ്ട് തേൻ പുരട്ടി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അഖിലാണ്ടേശ്വരി, തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണന്റെ കാലിലൊരു മുള്ളുകൊണ്ടാൽ നെഞ്ചു മുറിഞ്ഞ് കരയുന്ന ഭാര്യ, ഇളയമേ ഒരു വഞ്ചന നടത്തിയാൽ നോട്ടം കൊണ്ട് നിർത്തി ദഹിപ്പിക്കുന്ന തൃച്ചംബരത്തെ ഗൃഹനാഥ, പക്ഷേ എന്താ ബ്രോ പെട്ടെന്ന് ഡ്രോപ്പ് ആയത്? നല്ല രസമുണ്ടായിരുന്നല്ലോ പറഞ്ഞെല്ലാം കേൾക്കാൻ. എന്തുപറ്റി? കേൾക്കാൻ രസമാ, പക്ഷേ എന്റെ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. അമ്മ വന്നാലുടനെ തൃച്ചംബരത്ത് കല്യാണമാ. എനിക്കും കല്യാണിക്കും വേറെ വേറെ കല്യാണം. എന്താ ഇത് മച്ചു? ഈ ആനന്ദ് കല്യാണി പരിണയത്തിൽ ഞങ്ങളിടയ്ക്ക് ആശങ്കപ്പെടുമ്പോ ധൈര്യത്തിന്റെ ഒരു ഹിമാലയ പർവ്വതം പോലെയല്ലേ മച്ചു നിന്നത്? ഉറച്ച്. പിന്നെന്താ ഇപ്പോ ഒരു അമ്പരപ്പ്? അമ്പരക്കും. കാരണം വരുന്നത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയാ, എന്റെ അമ്മ. അമ്മയുടെ മുന്നിൽ ഏത് ഹിമാലയം ഒന്ന് തലകുനിക്കും, ഏത് മകനെ ഒന്ന് അമ്പരക്കുകയും ചെയ്യും. മനസ്സിൽ അമ്മ ആഗ്രഹിക്കാത്ത പെണ്ണിനെ പ്രണയിക്കുന്നവനെ അതിന്റെ ടെൻഷൻ മനസ്സിലാവും. ആനന്ദേ, അഖിലേച്ചി എത്തി. അമ്മ വാ. ആനന്ദേ, ഇതെന്താ പോലീസൊക്കെ? ഇയാളെ ഇത് ആദ്യമായിട്ട് കാണുക. അച്ചു, DSP രാജശേഖരൻ തമ്പിയെ മൊത്തം കുഴപ്പം കേസാ. കാക്കിയിട്ട ചെകുത്താൻ. അഖിലാണ്ടേശ്വരി ഇല്ലേ അകത്ത്? ശിവരാമകൃഷ്ണൻ? രണ്ടുപേരും പുറത്താണ്. ഉടനെത്തും. പകരം ഞാനുണ്ട്, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ. പോലീസിനെന്താ ഈ നടയിൽ കാര്യം? അയ്യോ, ചെറിയൊരു കാര്യമുണ്ടേ. ഞങ്ങളൊരു സീക്രട്ട് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്.
ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ. എന്ത് ഡ്യൂട്ടി? എന്ത് ഇൻഫർമേഷൻ? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ്? വൈ നോട്ട്? കോടികൾ ടേൺ ഓവറുള്ള ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇപ്പോൾ പുതിയൊരു ബിസിനസ് കൂടി ആരംഭിച്ചു എന്നാണ് ഇൻഫർമേഷൻ. കള്ളനോട്ടടിയുടെ ബിസിനസ്. വാട്ട്? കള്ളനോട്ടടിയോ? വാട്ട് ദ ഹെൽ ഡു യു മീൻ? എക്സാക്ട്ലി വാട്ട് ഐ സെഡ്, മിസ്റ്റർ ആനന്ദകൃഷ്ണൻ. ആദ്യം ഞങ്ങൾ ഇവിടെ ചെറിയൊരു സെർച്ച് അങ്ങ് നടത്തും. അത് കഴിഞ്ഞേ തീരുമാനിക്കൂ വകുപ്പുകൾ ഏതാണെന്ന്. സെർച്ച് പ്രേംനാഥ്. ഓക്കെ സർ. വെയിറ്റ്. ഏയ് സ്റ്റോപ്പ് ഇറ്റ്. ചുമ്മാ അങ്ങനെ സെർച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ സമ്മതിക്കില്ല. അകത്തേക്ക് കയറണമെങ്കിൽ സെർച്ച് വാറന്റ് കാണിക്കണം. വാറന്റ് കാണിക്കാതെ ആർക്കും അകത്തേക്ക് കയറാൻ പറ്റില്ല. അതെ, അഖിലേച്ചിയും ശിവരാമേട്ടനും ഇല്ലാത്ത സമയം. മുമ്പും പല പോലീസുകാരും ഇവിടെ വന്നിട്ടുണ്ട്. ആരും ഒരു സെർച്ചും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഒരു കൊമ്പ്? അയ്യോ, കൊമ്പുണ്ട് മാഡം. ഇന്ത്യയിലെ എല്ലാ പോലീസുകാർക്കും കൊമ്പുണ്ടാവും. ആ കൊമ്പിന്റെ പേരാണ് ഇന്ത്യൻ പീനൽ കോഡ്, IPC, അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, CRPC. ഞങ്ങൾ അത് വെച്ചങ്ങ് കുത്തിയാലേ ഏത് കൊലകൊമ്പനും വീഴും. ഇവിടിപ്പോ ഞങ്ങളുടെ കൊമ്പ് IPC 489C. കള്ളനോട്ട് കയ്യിൽ വയ്ക്കൽ. IPC 233 ഉണ്ട്, കള്ളനോട്ട് നിർമ്മിക്കൽ. പ്രതികൾക്ക് ഏകദേശം ഒരു 8 വർഷം വരെ ചെറിയൊരു കഠിന തടവ് കിട്ടും. അത്രേ ഉള്ളൂ. ഇനിയിപ്പം വേണമെങ്കിൽ മറ്റൊരു കൊമ്പൻ വകുപ്പൂടി എഴുതി ചേർക്കാൻ ഞങ്ങൾക്ക് പറ്റും കേട്ടോ. IPC 353 പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് പറയും. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ കള്ളനോട്ടുമായിട്ട് ഒരുത്തൻ കാറിൽ പോകുന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ കോടതിയിൽ നിന്ന് പേപ്പർ വരട്ടെ എന്ന് കാത്തു നിൽക്കാറില്ല ഈ നാട്ടിലെ പോലീസുകാരും. ആദ്യം അവനെ അങ്ങ് പൊക്കാറാ പതിവ്. ഇനി തൃച്ചംബരമായതുകൊണ്ട് അത് തെറ്റിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശവുമില്ല. പ്രേംനാഥ് സർ. ആദ്യം ആ കാറൊന്ന് അരിച്ചു പറക്കണം. എന്നിട്ട് മതി തൃച്ചംബരത്ത് കയറിയുള്ള മേയൽ. സർ. സർ. ബ്രോ, ഇത് ഞങ്ങളെ ഫ്രോഡിൽ നിന്ന് തിരിച്ചു വാങ്ങിയ കാശ. സർ. നല്ല ഭാരം ഉണ്ടല്ലോടോ. ഒരു 8-10 ലക്ഷം കാണുമല്ലേ? ഇതിനകത്തുനിന്നൊരു നോട്ടെടുക്ക്. കൊള്ളാം. ഇത് സംഭവം ഗുലാനാണല്ലോ സുഹൃത്തുക്കളെ. മനസ്സിലായില്ലേ? അതെ, ഇതിനകത്തെ ഒരു കൊച്ചു ഗാന്ധിയപ്പൂപ്പൻ കാണും. ഈ നോട്ടിലതില്ല.
ഇത് നല്ല ഒന്നാന്തരം കള്ളനോട്ടാ. നന്നായിട്ട് നോക്കി ബോധ്യപ്പെടാം. അല്ലെങ്കിൽ വേണ്ട, ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയല്ലേ. പ്രേംനാഥ്, ഇതങ്ങ് വണ്ടിയിൽ വെച്ചേക്ക്. തൊണ്ടി മുതലാ. സർ. അയ്യോ എന്റെ ഈശ്വര, ഞാനിത് എന്തൊക്കെയാ കേൾക്കുന്നേ? തൃച്ചംബരത്തെ കള്ളനോട്ടോ? അഖിലേച്ചി വന്നാ ഇന്ന് തോക്കെടുക്കും. അതെ, തോക്കെടുക്കും. ആരെങ്കിലും കൊല്ലാനല്ല, ആത്മഹത്യ ചെയ്യാൻ. അല്ല, ആരുടേതായി വണ്ടി? അതെന്റേതാ. നന്നായി. തൃച്ചംബരത്തെ ഓമന പുത്രൻ. അനിയനിപ്പോ ഇതാണോ ബിസിനസ്? ഇതെന്റെ കാശല്ല, ഇതെന്തോ ചതിയാണ് സർ. അതെ, ചതിയാ. വെറും ചതിയല്ല, രാജ്യദ്രോഹ കുറ്റം. ഇതിന് ജാമ്യം പോലും കിട്ടില്ല. അപ്പോ നമുക്കങ്ങ് സർക്കാരിന്റെ തറവാട്ടിലേക്ക് പോയാലോ? പ്രേംനാഥ്. സർ. ഏയ് സർ, സർ, ഇതെന്തോ ചതിയാണ്. ഇവനെ കൊണ്ടുപോകരുത്. ഞങ്ങളുടെ ഈ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ അല്പം സമയം വേണം. ഒരു സമയവും ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങോട്ട് മാറിയേക്ക്. സർ പ്ലീസ്, എന്റെ അനിയൻ ഈ വക തെറ്റൊന്നും ചെയ്യില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് അല്പം സമയമാണ്. ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ്. ഈ കാശ് എന്താണെന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എക്സ്പ്ലെയിനും ഇല്ല. പോലീസുകാരെ തടയാതെ അങ്ങോട്ട് മാറിയിക്കണം. പ്രേംനാഥ്. സർ. ഇനി ഇവിടെ ചിലത് നടക്കും. എന്താ തൃച്ചംബരത്ത് പോലീസുകാരൊക്കെ? ഞാൻ തന്നെ പറയാം. തൃച്ചംബരത്തെ ഇളയ സന്തതി ഇവിടെ കള്ളനോട്ട് ബിസിനസ് തുടങ്ങി. ഓ, അതിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയതാ ഞങ്ങള്. പ്രേംനാഥേ, ആ നോട്ട് കെട്ടെടുത്തൊന്ന് കാണിച്ചു കൊടുക്ക്. മാഡവും സാറും കൂടി ഒന്ന് കാണട്ടെ. സർ, പി സി അങ്ങോട്ട് വന്നു.
മാഡവും സാറും കണ്ണിറെ കണ്ടാട്ടെ. അപ്പോ ഇനി ചോദ്യങ്ങളൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇവനെ അങ്ങ് കൊണ്ടുപോവുക. പ്രേംനാഥ്, സ്റ്റോപ്പ് ഇറ്റ്. ചോദ്യങ്ങളുണ്ട്. സാർ തൊട്ട് കാണിച്ചില്ലേ ഒരു കൊച്ചു ഗാന്ധിയപ്പൂപ്പൻ? അത് ഇതിനകത്തുണ്ടല്ലോ. സാർ കണ്ടില്ലല്ലേ? കാണാത്തതല്ല അഖിലേ, കണ്ണു പിടിക്കാത്തതാണ്. രാജശേഖരൻ തമ്പി സാറിന് 9 മാസം കഴിഞ്ഞ് റിട്ടയർമെന്റ് അല്ലേ? കണ്ണട വയ്ക്കാനുള്ള സമയം കഴിഞ്ഞത്. എന്താ കൺഫ്യൂഷൻ മാറുന്നില്ലേ തമ്പി അദ്ദേഹത്തിന്? എന്നാ ഞാൻ പറയാം. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് 2000 റുപ്പീസ് എന്ന് പറഞ്ഞ് RBIയുടെ ഗവർണർ ഒപ്പിട്ടിരിക്കുന്ന ഒപ്പ ആ കാണുന്നത്. നോട്ടിന്റെ സീരിയൽ നമ്പർ ആണെങ്കിൽ OMP 006735 എന്ന് തുടങ്ങി 007235 വരെ കാണും. $10 ലക്ഷം. അല്ല മിസ്റ്റർ രാജശേഖരൻ തമ്പി, ഈ 15 ലക്ഷം രൂപയുടെ വരെ കള്ളനോട്ട് അന്വേഷണം ഒരു സ്റ്റേഷനിലെ SIയുടെയോ CIയുടെയോ പരിധിപ്പെടുന്നതാണല്ലോ. പിന്നെന്താ DYSP ആയ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി തൃച്ചംബരത്തേക്ക് വന്നത്? അത് കൃഷ്ണേട്ടാ, ഇദ്ദേഹത്തിന് ചില ദിവ്യജ്ഞാനമൊക്കെ ഇടയ്ക്ക് കിട്ടാറുള്ളതാ. ഓ, അതാ വീടിനകം ഒഴിവാക്കിയിട്ട് നേരെ കാറിനുള്ളിൽ തന്നെ സെർച്ച് തുടങ്ങിയതും കാശ് കണ്ടെത്തിയതും. പക്ഷേ നമ്മളിത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ അരവിന്ദിനെ ഏൽപ്പിച്ചിരുന്ന കാശാണെന്ന് മാത്രം പാവം അറിഞ്ഞില്ല. ദുരിതാശ്വാസ നിധിയിലേക്ക്? അതെ. 489C അതും തൃച്ചംബരം പുത്രനാ പ്രതി. സർ, പ്രേംനാഥ്, ഇതങ്ങ് വണ്ടിയിൽ വെച്ചേക്ക്. തൊണ്ടി മുതലാ. സർ.